ഡയബറ്റിസ് രോഗികൾക്ക് അവരുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. നമ്മൾ സാധാരണയായിട്ട് കൃത്യമായിട്ട് 3 നേരവും ഭക്ഷണം കഴിക്കുകയും അതോടൊപ്പം തന്നെ മരുന്നുകളും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ നമ്മൾ കഴിക്കുകയും ചെയ്യുകയാണ് ഡയബറ്റിസ് രോഗികൾ ചെയ്തു വരാറ്. വെള്ളപ്പൊക്കവും ചുഴലിക്കാറ്റും എല്ലാം വന്ന് വീട്ടിലും മറ്റ് ക്യാമ്പുകളിലുമായിട്ട് അകപ്പെട്ടു പോകുന്ന ആളുകൾക്ക് പലപ്പോഴും കൃത്യസമയത്ത് ഭക്ഷണം ലഭിക്കുക എന്ന് പറയുന്നത് ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഭക്ഷണത്തിന്റെ അളവ് കുറയുകയും ഷുഗർ ഇൻടേക്കിന്റെ അളവ് കുറയുകയും പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കഴിച്ചുകൊണ്ടിരുന്ന മരുന്നുകളും ഇൻസുലിനും എല്ലാം അതേ അളവിൽ തന്നെ എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് വളരെയധികം അപകടം വിളിച്ചു വരുത്തും. ഡയബറ്റീസിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അതായത് രക്തത്തിൽ അമിതമായിട്ടുള്ള ഷുഗറിന്റെ അളവ് വരിക എന്നുള്ളത്. പക്ഷേ അതിനേക്കാൾ അപകടമുള്ള ഒരു സ്ഥിതിയാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജം അത് അളവിൽ ക്രമാതീതമായിട്ട് കുറയുകയും അതുമൂലം ഉണ്ടാകുന്ന ക്ഷീണവും മറ്റു കുഴപ്പങ്ങളുമാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ഹൈപ്പോഗ്ലൈസീമിക് അറ്റാക്ക് ഉണ്ടാകുന്ന ആളുകൾ ഭക്ഷണം കുറയുകയും അതേസമയം മുന്നേ കഴിച്ചുകൊണ്ടിരുന്ന അതേ ക്രമത്തിൽ തന്നെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ക്ഷീണമോ മയക്കമോ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ വരികയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അല്പം പഞ്ചസാര ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് കലക്കി കൊടുക്കാനും അല്ലെങ്കിൽ ഒരു മുട്ടായി ഉണ്ടെങ്കിൽ ആ മുട്ടായി കൊടുത്ത് ഉടനെ തന്നെ ആ ഷുഗറിന്റെ ലെവൽ ബാലൻസ് ചെയ്യാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണമല്ലോ. വെള്ളപ്പൊക്കവും മറ്റ് പ്രശ്നങ്ങളും വന്നിരിക്കുമ്പോൾ നമ്മൾക്ക് അടിയന്തരമായിട്ടുള്ള ഒരു മെഡിക്കൽ സഹായം ലഭിച്ചു എന്ന് വരില്ല. ഇത്തരത്തിൽ ഉള്ള ആളുകളെ നമ്മൾ വീട്ടിൽ വെച്ച് തന്നെ ശുശ്രൂഷിക്കുകയും അവരുടെ ഷുഗറിന്റെ അളവ് ബാലൻസ് ചെയ്ത് നിർത്തേണ്ടതുമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. ഈ ഒരു വിവരം നിങ്ങളുടെ അറിവിലുള്ള എല്ലാവർക്കുമായിട്ട് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുമല്ലോ.